പ്രതിരോധ മേഖലയിൽ വൻ മാറ്റങ്ങൾക്ക് പാകിസ്ഥാൻ പദ്ധതിയിട്ടു എന്നാണ് പുറത്തുവരുന്ന ചില റിപ്പോർട്ടുകൾ. ചൈനയുമായി ചേർന്ന് കടലിൽ നിന്നുള്ള ആണവായുധ പ്രഹരശേഷി വികസിപ്പിക്കാൻ പാകിസ്ഥാൻ സൈനിക മേധാവി അസം മുനീർ ശ്രമിച്ചതായി ചില വാർത്തകൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. അമേരിക്കയുമായുള്ള ബന്ധം മെച്ചപ്പെടുമ്പോഴും ഗോദാർ നാവിക താവളം ചൈനയ്ക്ക് സ്ഥിരമായി വിട്ടു നൽകിക്കൊണ്ട് ആണവ അന്തർവാഹിനികൾ സ്വന്തമാക്കാനാണത്രേ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്. എന്തായിരുന്നു പാകിസ്ഥാന്റെ പദ്ധതി? അതിന്റെ പരിണിത ഫലങ്ങൾ എന്തായിരുന്നു? ഇന്ത്യയെ അത് എങ്ങനെയാണ് ബാധിക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. ഞാൻ അമ്മു. വ്യോമകര മാർഗങ്ങൾക്കപ്പുറം മൂന്നാമതൊരു സുരക്ഷാ കവചമൊരുക്കാനാണ് പാകിസ്ഥാൻ ആഗ്രഹിച്ചത്. അമേരിക്കയുടെ രാഷ്ട്രീയ, സാമ്പത്തിക, നയതന്ത്ര തിരിച്ചടികളിൽ നിന്ന് സംരക്ഷണം ഉറപ്പാക്കണമെന്നതായിരുന്നുവത്രേ പ്രധാന ആവശ്യം. എന്നാൽ ഈ ആവശ്യങ്ങൾ അതിര് കടന്നില്ലേ എന്ന സംശയത്തിൽ ചൈന ചർച്ചകളിൽ നിന്ന് പിന്മാറിയതായി ഡ്രോപ്പ് സൈറ്റ് ന്യൂസ് പുറത്തുവിട്ട രഹസ്യരേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. അതിനാൽ തന്നെ പാകിസ്ഥാൻ ഒരുക്കിയ ഈ വമ്പൻ പ്ലാനുകൾ പരാജയപ്പെട്ടതായാണ് വിവരം. പാകിസ്ഥാൻ ഒരേ സമയം ചൈനയെയും അമേരിക്കയെയും തങ്ങളുടെ തന്ത്രപ്രധാനമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ ശ്രമിച്ചിരുന്നതായാണ് പുതുതായി പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയുടെ സുരക്ഷാ നിരീക്ഷണങ്ങൾ ശരിവെക്കുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകളായിരുന്നു അവ. 2024 പാകിസ്ഥാൻ തങ്ങളുടെ എക്കാലത്തെയും സുഹൃത്തായ ചൈനയോട് സമുദ്രാധിഷ്ഠിത ആണവ സെക്കൻഡ് സ്ട്രൈക്ക് ശേഷി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പാകിസ്ഥാന് ആയുധങ്ങളും വിപുലമായ സാമ്പത്തിക സഹായവും നൽകുന്ന ചൈന ഈ ആണവ പ്രതിരോധ സംവിധാനത്തിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ഭാഗം കൈമാറാൻ വിസമ്മതിക്കുകയായിരുന്നു. പാകിസ്ഥാന്റെ ഈ ആവശ്യത്തെ യുക്തിരഹിതമെന്നാണത്രേ ചൈന വിശേഷിപ്പിച്ചത്. ഇത്തരമൊരു ശേഷി നൽകുന്നത് ദക്ഷിണേന്ത്യയിലെ ആണവ വ്യാപനത്തിൽ ചൈനയുടെ നേരിട്ടുള്ള ഇടപെടലായി കണക്കാക്കപ്പെടുമെന്നുമുള്ള മുന്നറിയിപ്പും അവർ അന്ന് പാകിസ്ഥാന് നൽകിയിരുന്നു. ആഴക്കടൽ തുറമുഖമായ ഗോദ്ദാറിനെ സ്ഥിരം ചൈനീസ് സൈനിക താവളമാക്കി മാറ്റാൻ അനുവദിക്കുന്നത് ഒരു ദശാബ്ദത്തിലേറെയായി പാകിസ്ഥാൻ എതിർത്തു വരികയാണ്. പിന്നീട് ഇത് അനുവദിക്കുന്നതിനായി ചൈനയ്ക്ക് മുന്നിൽ പാകിസ്ഥാൻ ചില നിബന്ധനകൾ നിരത്തി. ഈ നീക്കം മൂലം അമേരിക്കയിൽ നിന്നുണ്ടാകാൻ സാധ്യതയുള്ള രാഷ്ട്രീയ, സാമ്പത്തിക, നയതന്ത്രപരമായ തിരിച്ചടികൾക്കെതിരെ ചൈനയുടെ ഭാഗത്തു നിന്നും സഹായങ്ങൾക്കായും ഉറപ്പും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയുമായുള്ള മത്സരത്തിൽ പാകിസ്ഥാന്റെ പ്രതിരോധ ഇന്റലിജൻസ് ശേഷി നിലനിർത്തുന്നതിന് സൈനിക ആധുനികവൽക്കരണത്തിനുള്ള സഹായം നൽകണമെന്നും പാകിസ്ഥാൻ ചൈനയോട് ആവശ്യപ്പെട്ടതായി ഈ രേഖകൾ പറയുന്നു. ശക്തമായ ആണവ ആക്രമണത്തെ അതിജീവിച്ച ശേഷവും തിരിച്ച് ആണവാക്രമണം നടത്താനുള്ള ഒരു രാജ്യത്തിന്റെ കഴിവാണ് സമുദ്രാധിഷ്ഠിത ആണവ സെക്കൻഡ് സ്ട്രൈക്ക് ശേഷി. കടലിനടിയിൽ ഒളിച്ച് ഇരിക്കുന്നതിനാൽ കണ്ടെത്താനോ നശിപ്പിക്കാനോ പ്രയാസമുള്ള ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന ബലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളെയാണ് ഇതിനായി പ്രധാനമായും ആശ്രയിക്കുന്നത്. ഒരു അപ്രതീക്ഷിത ആക്രമണത്തിലൂടെ രാജ്യത്തിന്റെ ആണവായുധ ശേഖരം പൂർണ്ണമായും ഇല്ലാതാക്കാൻ ശത്രുവിന് ആവില്ലെന്ന് ഉറപ്പാക്കുന്ന ശക്തമായ ഒരു പ്രതിരോധ സംവിധാനം കൂടിയാണിത്. ഈ ശേഷി നിലനിർത്തുന്നതിന് അത്യാധുനിക സ്റ്റെൽത്ത് വാർത്താവിനിമയ സംവിധാനങ്ങളുടെ സഹായത്തോടെ കുറഞ്ഞത് ഒരു SSBN എങ്കിലും എപ്പോഴും പെട്രോളിങ്ങിന് ഉണ്ടായിരിക്കണം. ലോകത്ത് 6 രാജ്യങ്ങൾക്ക് മാത്രമാണ് നിലവിൽ ഇത്തരത്തിലുള്ള കടൽ അധിഷ്ഠിത ആണവ പ്രതിരോധ ശേഷിയുള്ളത്. അമേരിക്ക, റഷ്യ, ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ, ഇന്ത്യ എന്നിവയാണവ. ഈ രാജ്യങ്ങളെല്ലാം സമുദ്രങ്ങളിൽ തങ്ങളുടെ ആണവായുധ ആക്രമണശേഷിയുള്ള ആണവ അന്തർവാഹിനികൾ പെട്രോളിംഗ് നടത്തുന്നുണ്ട്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അരിഹന്ത് ക്ലാസ് പദ്ധതിയിലൂടെയാണ് ഈ ശേഷി കൈവരിച്ചത്. ഇവയെ കൂടാതെ പരിഷ്കരിച്ച സാധാരണ ഡോൾഫിൻ ക്ലാസ് അന്തർവാഹിനികളുടെ ഉപയോഗത്തിലൂടെ ഇസ്രയേലും പ്രാദേശികമായി സെക്കൻഡ് സ്ട്രൈക്ക് ശേഷി വികസിപ്പിച്ചെടുത്തിട്ടുമുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം അടുത്തിടെ ഫത്താഹ് 4 മിസൈൽ വിജയകരമായി പരീക്ഷിച്ച് വാർത്തകളിൽ പാകിസ്ഥാൻ ഇടം നേടിയിരുന്നു. ദീർഘദൂര ലക്ഷ്യങ്ങളെ വളരെ കൃത്യമായി ആക്രമിക്കാൻ കഴിയുന്ന ഒരു ഗ്രൗണ്ട് ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈലാണിത്. പാകിസ്ഥാൻ സൈന്യം തന്നെയാണ് ഇത് വികസിപ്പിച്ചതെന്നാണ് അവർ പറയുന്നത്. രാജ്യത്തിന്റെ പ്രതിരോധ ശക്തി കൂട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മിസൈൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം പലപ്പോഴും സംഘർഷപൂർണമായ സാഹചര്യത്തിലായതിനാൽ ഇത്തരത്തിലുള്ള മിസൈൽ പരീക്ഷണങ്ങൾ സ്വാഭാവികമായും ശ്രദ്ധ നേടാറുണ്ട്. അതിനാൽ തന്നെ 750 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഒരു മിസൈൽ പരീക്ഷിച്ചതായി പാകിസ്ഥാൻ പ്രഖ്യാപിച്ചതോടെ സുരക്ഷാ മേഖലയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ചർച്ചകൾ ശക്തമാവുകയും ചെയ്തു. അതിനാൽ പാകിസ്ഥാന്റെ എല്ലാ പ്രതിരോധ നടപടികളും അതിലെ നിർണായക തീരുമാനങ്ങളും രാഷ്ട്രീയ ലക്ഷ്യങ്ങളും ഇന്ത്യ കരുതലോടെ തന്നെയാണ് നോക്കിക്കാണുന്നതും.